ഇന്ന് നമ്മൾ CUET-യുടെ 2025 16th മെയ് ഷിഫ്റ്റ് 1 കണ്ടക്ട് ചെയ്ത ജനറൽ ടെസ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വോളിയം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് രണ്ട് സിലിണ്ടേഴ്സ് എയും ബിയും ഉണ്ട്. അതിൻ്റെ റേഡിയസിൻ്റെ റേഷ്യോ 2:3 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ വോളിയം, ആ രണ്ട് സിലിണ്ടേഴ്സിൻ്റെ വോളിയത്തിൻ്റെ റേഷ്യോ 9:7 ആണ്. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആ സിലിണ്ടറിൻ്റെ ഹൈറ്റിൻ്റെ റേഷ്യോ ആണ്. സോ നമുക്ക് തന്നിരിക്കുന്നത് റേഡിയസിൻ്റെ റേഷ്യോ RA/RB എന്നുള്ളത് 2/3 ആണെന്നറിയാം. അതേപോലെ തന്നെ വോളിയം VA/VB എന്ന് പറയുന്നത് 9/7 ആണെന്നും അറിയാം. വോളിയം ഓഫ് എ സിലിണ്ടറിൻ്റെ ഫോർമുല πr²h ആണ്. സോ നമുക്ക് വോളിയം ഓഫ് എ ബൈ വോളിയം ഓഫ് ബി എന്നുള്ളത് നമുക്ക് എഴുതുമ്പോൾ ഫോർമുല യൂസ് ചെയ്ത് എഴുതുമ്പോൾ π × RA² ഡിവൈഡഡ് ബൈ, അതുപോലെ ബിയുടെ വോളിയം എന്ന് പറയുമ്പോൾ π × റേഡിയസ് RB ആണ്, RB², HB എന്ന് എഴുതാം. ഇവിടെ പൈ അങ്ങ് ക്യാൻസൽ ആയി പോകും. RA²/RB² നമുക്കറിയാം. RA/RB എന്ന് പറയുന്നത് 2/3 ആണെങ്കിൽ RA²/RB² പകരം നമുക്ക് 4/9 × HA/HB എഴുതാം. ഇത് നമ്മുടെ വോളിയത്തിൻ്റെ റേഷ്യോ ഓൾറെഡി തന്നിട്ടുണ്ടത് 9/7 ആണെന്ന്. സോ നമുക്ക് ഹൈറ്റിൻ്റെ റേഷ്യോ HA/HB എടുത്തു കഴിഞ്ഞാൽ 9/7 × 9/4 എന്ന് വരും. സോ വിച്ച് ഇസ് ഈക്വൽ ടു 81/28. സോ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് എന്ന് പറയുന്നത് 81:28. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് 5% ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ് 4 ഇയേഴ്സിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റും 3 ഇയേഴ്സിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് 42 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് സം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാവുന്ന കാര്യമാണ്, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ ഓരോ ഇയറിലും സെയിം ആയിരിക്കും ഇൻട്രസ്റ്റ് വരുന്നത്. സോ നമുക്ക് 4 ഇയറിൻ്റെ ഇൻട്രസ്റ്റ് 3 ഇയറിൻ്റെ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു 1 ഇയറിൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ ഇത് ഈ തന്നിരിക്കുന്ന 42 എന്ന് പറഞ്ഞാൽ 1 ഇയറിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സോ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല ഉണ്ട്, SI = PRT/100 എന്നാണ്. ഇതിൽ 1 ഇയറിൻ്റെ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് 42 എന്ന് പറയുന്നത്. സോ 42 = ഇവിടെ നമുക്ക് കാണേണ്ടത് P ആണ്, അതുപോലെ എഴുതാം. R 5 ആണെന്നറിയാം. T എന്നുള്ളത് 1 ഇയർ ആണ്. സോ 1 എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ 100. സോ പിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ 42 × 100/5 വിച്ച് ഇസ് ഈക്വൽ ടു 20 × 42 ഓർ 840 ആണ് നമ്മുടെ സം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ വരുന്നത്. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് 7th ടേമും 9th ടേമും അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ തന്നിട്ടുണ്ട്. ജനറലി നമുക്കറിയാം ഏതൊരു ടേമും nth ടേം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെത് A+n-1 × D ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 7th ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? A+6D എന്ന് എഴുതാം. അതാണ് നമുക്ക് തന്നിരിക്കുന്നത് 10 എന്ന്. അതേപോലെ തന്നെ നമുക്ക് 9th ടേം എന്ന് പറയുമ്പോൾ A+8D ആണ്. അത് നമുക്ക് തന്നിരിക്കുന്നത് 11 എന്നാണ്. സോ നമുക്ക് കാണേണ്ടത് 15th ടേം ആണ്. 15th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? A+14D എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണ്? നമുക്കിവിടെ ഓൾറെഡി 9th ടേം തന്നിട്ടുണ്ട്. 9th ടേം അറിയാമെങ്കിൽ 9th ടേമിനോട് നമ്മൾ എത്ര D ആഡ് ചെയ്താൽ മതി? 9th ടേം എന്ന് പറയുമ്പോൾ A+8D ആണ്. അത് 14D ആവണമെങ്കിൽ നമ്മൾ 9th ടേമിനോട് 6D ആഡ് ചെയ്താൽ മതി. സോ നമുക്ക് 9th ടേം +6D എഴുതിയാൽ മതി. സോ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. സോ നമ്മൾ ഫസ്റ്റ് എഴുതിയ ഈ രണ്ട് ഇക്വേഷൻ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ 9th ടേമും 7th ടേമും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫോർമുല എഴുതണം എന്നില്ല. 9th ടേമും 7th ടേമും എപ്പോഴും ഏത് രണ്ട് ടേമും തമ്മിലുള്ള ഡിഫറൻസും കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത് എത്ര മൾട്ടിപ്പിൾ ആണെന്നുള്ളത് നമ്മൾ ഈ ടേമിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. ഇവിടെ ഇപ്പം 9th 7th ആണെങ്കിൽ 9 - 7 2D ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഫോർമുല നോക്കിയാൽ നമ്മൾ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 2D. സോ ഇവിടെ നിന്ന് നമുക്ക് 2D = 1 എന്ന് കിട്ടും. നമ്മൾ 9th ടേമിനോട് ആഡ് ചെയ്യേണ്ടത് 6D ആണ്. സോ 2D × 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6D കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2D 1 ആണെങ്കിൽ 6D എന്ന് പറയുന്നത് 3 ആയിരിക്കും വരുന്നത്. സോ നമുക്ക് 15th ടേം എന്ന് പറയുന്നത് 9th ടേം ഓൾറെഡി 11 ആണെന്നറിയാം. അതിനോട് നമ്മൾ 3 ആഡ് ചെയ്യുക. സോ നമുക്ക് കിട്ടുന്നത് 14 ആണ്. ഓപ്ഷൻ 2 ഈസ് ദി കറക്റ്റ് ആൻസർ.